വൺസ് അഗൈൻ സുൽത്താൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മാജിക്കൽ സിനിമയാണ്. നമ്മൾ അറിയാതെ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ഭൂതങ്ങൾ അവർ നമ്മൾ കാണാതെ രാത്രി സമയങ്ങളിൽ നാട്ടിലിറങ്ങി കറങ്ങി അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഈ ഭൂതത്തെ ഒരു അനാഥാലയത്തിലെ കൊച്ചു പെൺകുട്ടി കാണുന്നു. ഇതറിഞ്ഞ ഭൂതം അവളെ രാക്ഷസ നാട്ടിൽ അവരുടെ ലോകത്തേക്ക് പിടിച്ചോണ്ട് പോകുന്നു. പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. നിങ്ങൾ ഒരു ഫീൽ ഗുഡ് ഫാമിലി ഫാന്റസി മൂവി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു പറ്റിയ ഒരു പെർഫെക്റ്റ് സിനിമയാണ് 2016 ഇറങ്ങിയ ദി BFG, ദി ബിഗ് ഫ്രണ്ട്ലി ജയന്റ് എന്ന ഈ സിനിമ. ഇതിനു മുൻപ് ചെയ്ത ഒരു ഫാന്റസി മൂവി ഇതുവരെ ആരും മലയാളത്തിൽ ചെയ്യാത്ത ഒരെണ്ണം. അതിന് വ്യൂസ് കിട്ടുമെന്ന് വിചാരിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഉള്ളതുപോലെ അതിനും വ്യൂസ് കുറവാണ്. എങ്കിലും സാരമില്ല, എന്നേലും ഒരു നാൾ ഞാനും വളർന്നു വരുമായിരിക്കും. നിങ്ങൾ എല്ലാവരും ആ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ വീഡിയോസ് ഇടുന്നത്. സോ അത് തെറ്റിക്കാതെ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ വേണം. പനി ജലദോഷം ഒക്കെ വന്നിട്ട് സൗണ്ട് പോയിരിക്കുവാണ്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ സൗണ്ട് എല്ലാം പോയതാ. അങ്ങനെ അത് റെഡി ആവാൻ മരുന്ന് കഴിച്ചു. ഇപ്പൊ കുറച്ചുകൂടി സൗണ്ട് പോയി വേറെ എന്തൊക്കെയോ സൗണ്ട് പോലെ ആയിരിക്കുന്നു. സൗണ്ട് കൊള്ളില്ല, അടഞ്ഞു, വേറെ സൗണ്ടാണ്, ബോറാണ് എന്ന് പറഞ്ഞ ആരും പകുതിക്ക് വെച്ച് നിർത്തി പോകരുത്. എല്ലാവരും അവസാനം വരെയും സിനിമ കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് പോയി സിനിമ നോക്കാം. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരെല്ലാവരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ സിനിമയെ മനസ്സുകൊണ്ട് കാണാൻ നോക്കാം. ആദ്യം തന്നെ രാത്രി സമാധാനമായി ഉറങ്ങുന്ന ലണ്ടൻ നഗരം കാണിക്കുന്നു. എല്ലാവരും ഉറങ്ങുന്ന സമയം അവിടെയുള്ള ഒരു അനാഥാലയത്തിൽ ഒരു പെൺകുട്ടി മാത്രം ഉറങ്ങാതെ എണീറ്റിരിക്കും. ഇതാണ് നമ്മുടെ ഈ സിനിമയിലെ കൊച്ചു ഹീറോയിൻ സോഫി. അവൾക്ക് രാത്രി ഉറക്കവും വരുന്നില്ല, ഉറങ്ങാനും ഇഷ്ടമല്ല. അവൾക്ക് രാത്രി അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യണം, അവിടെ വരുന്ന ലെറ്റേഴ്സ് എടുത്ത് വെക്കണം, അങ്ങനത്തെ കുറച്ച് പണിയിലൊക്കെയാണ്. അത് അവളെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയല്ല, പെണ്ണിന് ഉറക്കമില്ലാത്തോണ്ട് അവൾ ചെയ്യുന്നതാ. ഈ സമയം പുറത്തുനിന്ന് വലിയ ശബ്ദത്തിൽ വഴക്കും ബഹളവും കേൾക്കും. അവൾ വിൻഡോ വഴി നോക്കുമ്പോൾ കുറെ കുടിയന്മാര് പരസ്പരം വഴക്കുണ്ടാക്കി ആകെ അലമ്പ്. നമ്മുടെ കുട്ടി അവന്മാരെ വിളിച്ച്, എടാ ബോധമില്ലാത്തവന്മാരെ, കുടിയന്മാരെ, ഇവിടെ കൊച്ചു പിള്ളേർ ഉറങ്ങുന്ന അറിയില്ലേ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, ഇല്ലെങ്കിൽ പോലീസിനെ ഇപ്പൊ വിളിക്കുമെന്ന് പറയുമ്പോൾ അവന്മാരെല്ലാം പേടിച്ചു പോകും. സോഫി ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ അവള് ഭയങ്കര ധൈര്യശാലിയാണ്. അവള് തിരിഞ്ഞ് നടക്കുന്ന സമയം അവിടെ കളിപ്പാട്ടം കൊണ്ടുണ്ടാക്കിയ ഒരു വീടുണ്ടാവും. അതിനകത്ത് ഒരു മുറി, നല്ലൊരു ബെഡ്, അങ്ങനെ അല്ല. നമ്മുടെ സോഫിക്കും അതുപോലൊരു ജീവിതമായിരുന്നു ആഗ്രഹം. എന്നാൽ ഇവിടെ അവൾക്ക് അതൊന്നും കിട്ടില്ല എന്ന് അവൾക്കറിയാം. അങ്ങനെ അതും നോക്കി വിഷമിച്ച് വന്ന് കിടക്കും. പക്ഷെ ഉറക്കം വരാത്തോണ്ട് ഒരു ബുക്കും വായിച്ചിരിക്കുന്ന സമയം അവൾ വളർത്തുന്ന ഒരു പൂച്ച എന്തോ കണ്ട് പുറത്തേക്ക് പോകും. ഇതെന്താണെന്നറിയാൻ സോഫി വിൻഡോയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ കൈ ഒരു വേസ്റ്റ് ബോക്സ് എടുത്ത് വെക്കുന്നു. ഇത് കണ്ടപ്പോഴാണ് അന്തം വിട്ട് കിളി പോയി ഒരേ നിൽപ്പാണ്. അതവിടെ നിന്ന് എണീക്കുമ്പോൾ ഒരു വലിയൊരു രാക്ഷസ ഭൂതം. സോഫി തന്നെ കണ്ടെന്ന് ആ ഭൂതത്തിന് മനസ്സിലായി. സോഫി ആകെ പേടിച്ച് പുതപ്പ് എടുത്ത് തലയിലൂടെ മൂടി വന്ന് കിടക്കുമ്പോൾ ആ വലിയ കൈ വിൻഡോ വഴി വന്ന് അവൾ പുതച്ചിരുന്ന പുതപ്പോടെ എടുത്തോണ്ട് ഒരു ഒറ്റ പോക്ക്. പോകുന്ന വഴിയിൽ മറ്റാരും കാണാതിരിക്കാൻ എങ്ങനെ ഒളിക്കണം എന്ന് വരെ ആ ഭൂതത്തിനറിയാം. അങ്ങനെ ഒളിച്ചു നടന്ന ഭൂതത്തെ ഇപ്പൊ സോഫി കണ്ടതുകൊണ്ടാണ് അവളെ ഇപ്പൊ പൊക്കിക്കൊണ്ടു പോകുന്നത്. അവളെ എടുത്ത് മലയും കുന്നും കടലും ചാടി ഭൂതത്തിന്റെ നാട്ടിലേക്ക് അത് അവളെ കൊണ്ടുപോകുന്നു. സോഫി പേടിച്ച് പുതപ്പിന്റെ ഇടയിലൂടെ നോക്കും അവളിപ്പോ എയറിലാണ്. ഭൂതം അവളെ നേരെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഭൂതത്തിന്റെ സൈസിനനുസരിച്ചുള്ള ഒരു വലിയ വീടാണ്. സോഫി ഇത് കൊണ്ട് ഇതെന്തോടാ എന്നുള്ള ഭാവത്തിലാണ് അവളുടെ നോട്ടം. സോഫിനെ ഭൂതം നേരെ കൊണ്ടുവന്ന് അവിടെ ഒരു കമ്പിൽ തൂക്കിയിടും. സോഫി അതിലെ ഗ്യാപ്പ് വഴി നോക്കുമ്പോൾ ഭൂതം ഒരു കത്തി എടുത്ത് അതിന് മൂർച്ച കൂട്ടുന്നു. പെണ്ണിത് കണ്ട് തന്റെ പൊന്നെ എന്നതാ കൊല്ലാൻ പോണേന്നും പറഞ്ഞ് അതിലെതിലൂടെ ഒക്കെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവൾ അറിയാതെ ഒരു പാത്രം തട്ടിയിരും. ഈ സൗണ്ട് കേട്ട് ഭൂതം അവളുടെ അടുത്ത് വന്ന് നിനക്ക് ഒരിടത്തും രക്ഷപ്പെടാൻ പറ്റില്ല, മര്യാദക്കിരുന്നു, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അവളെ ഒരു ഫ്രൈ പാനിൽ എടുത്തിട്ട് അവിടെ വെച്ച് കത്തി എടുത്തൊരു പാവയ്ക്ക വെട്ടി മുറിക്കും. ആ പാവയ്ക്കയുടെ പകുതിയുടെ പകുതിയുള്ളൂ സോഫി. സോഫി ഭൂതത്തോട് ഇത് എവിടെ ഏത് സ്ഥലം എന്ന് ചോദിക്കും. അതിന് ഭൂതം ഇത് രാക്ഷസ ലോകമാണെന്ന് പറയും. അപ്പോഴാണ് പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ അത് അവിടുത്തെ മറ്റു രാക്ഷസന്മാര്. നിങ്ങളെപ്പോലെ ഇനിയുണ്ടോന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇറച്ചി തിന്നുന്നവ, രക്തം കുടിക്കുന്നവ, അങ്ങനെ പല പേരുകളായി 9ഓളം രാക്ഷസന്മാരുണ്ടെന്ന് ഭൂതം പറയും. ഇതൊക്കെയും കൂടി കേൾക്കുമ്പോൾ പെണ്ണാകെ പേടിക്കുന്നുണ്ട്. പക്ഷെ ഈ കൂട്ടത്തിൽ ആകെയുള്ള ഒരു പാവത്താനാണ് ഈ ഭൂതം. മറ്റു നരഭോജികളായ ഭൂതത്തിന്റെ പകുതി സൈസ് ഈ ഭൂതത്തിനുള്ളൂ. കൂടാത്തതിനും വയസ്സുമായി. സോഫി പേടിച്ച് നിങ്ങളിപ്പോ എന്നെ തിന്നാൻ പോവാണെന്ന് ചോദിക്കും. ഞാൻ മനുഷ്യരെ തിന്നാറില്ല, വെജിറ്റേറിയൻ ആണെന്ന് ഭൂതം പറയും. പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ അവിടെ ഹാപ്പി അല്ലല്ലോ. അത് ശരി, എനിക്ക് അവിടെ നിൽക്കാനേ താല്പര്യമില്ല. ആ അനാഥാലയം നടത്തുന്ന സ്ത്രീ നമ്മളെ ഇരുട്ടുമുറിയിൽ പൂട്ടിയിടാറൊക്കെ ഉണ്ട്. മറ്റുള്ള ഭൂതങ്ങൾ നിങ്ങളെപ്പോലെ നല്ലവരാണോന്ന് സോഫി ചോദിക്കും. അതിന് ഭൂതം അല്ലെന്ന് പറയും. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുവന്നെന്ന് അവൾ വീണ്ടും ചോദിക്കുമ്പോൾ നീ എന്നെ ഇപ്പൊ കണ്ടല്ലോ, അത് നീ എല്ലാരോടും ഇനി പറഞ്ഞു നടക്കും. പിന്നെ വാർത്തയായി, പ്രശ്നമായി, ആകെ പൊല്ലാപ്പ്. പിന്നെ എനിക്ക് അവിടെ വരാൻ കഴിയില്ലെന്ന് ഭൂതം പറയും. ഇല്ല ഞാൻ പറയില്ല എന്ന് സോഫി പറയും. പിന്നെ നീയോ, നീ പറയും. ഇല്ല ഞാൻ പറയില്ലെന്നേ, എന്നെ ഒന്ന് ഇവിടെ നിന്ന് കൊണ്ടുവിടാമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ നിന്നെ ഒരിടത്തും വിടുന്നില്ല എന്ന് പറഞ്ഞു അതിനകത്തുള്ള ഒരു കപ്പലിന്റെ മുകളിൽ അവളെ ഇരുത്തിയിട്ട് ഇവിടെ നിന്ന് ഒരിടത്തും പോയേക്കരുത്, അവന്മാർ നിന്നെ കണ്ടാ പിടിച്ച് തിന്നൂന്ന് പറയും. എന്നിട്ട് ഭൂതം ഒരു നീല കളർ കുപ്പി എടുക്കും. അതെന്താന്ന് സോഫി ചോദിക്കും. ഇത് സ്വപ്നങ്ങളാണെന്ന് ഭൂതം പറയും.
എനിക്ക് ഉറക്കം വരാറില്ല, ഞാൻ സ്വപ്നവും കാണാറില്ലെന്ന് സോഫി പറയും. അപ്പൊ ഫൂദ ഒരു ബുക്ക് എടുത്ത് അതിലെ കഥ വായിക്കുമ്പോൾ സോഫി അവൾ അറിയാതെ തന്നെ ഉറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് ഫൂദ അവിടെ നിന്ന് ഇറങ്ങി എവിടേക്കോ പോകുന്നുണ്ട്. ഫൂദ അവിടെ തന്നെ വെള്ളത്തിന് മറവിലുള്ള ഒരു സ്ഥലത്തേക്ക് വരും. അതങ്ങനെ ആർക്കും പെട്ടെന്ന് കാണാൻ കഴിയാത്തൊരിടം. അവിടെ പല കുപ്പികളിലായി ഒരുപാട് സ്വപ്നങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ട്. കുറെ ചുമന്ന കളറിലെ കുപ്പികൾ മാത്രം ഒരിടത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് പേടിപ്പെടുത്തുന്ന സ്വപ്നം. അതായത് നമ്മൾ പറയാറില്ലേ, എടാ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടാ, അത് സ്വപ്നം, ആ സാധനം. അടുത്ത സീനിൽ സോഫി എന്തോ ഒരു സൗണ്ട് കേട്ട് എണീറ്റ് നോക്കുമ്പോൾ ഭൂതം കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. ആ കൂർക്കം വലിയുടെ സൗണ്ടിൽ ആ കപ്പൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലതല്ലുന്നുണ്ട്. ഇത് തന്നെ രക്ഷപ്പെടാനുള്ള അവസരം എന്ന് പറഞ്ഞ് സോഫി അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടും. ഓടി ഓടി അവസാനം അവൾ ഒരു നരഫോജിയുടെ കയ്യിൽ അകപ്പെടും. ഇത് കണ്ട ഭൂതം, ഞാൻ പറഞ്ഞതല്ലേ പോകരുതെന്ന്, എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഭൂതം പോകും. ഈ രാക്ഷസൻ നരഫോജി അവളെ വിഴുങ്ങാൻ തുടങ്ങുന്നത് അവൾ ഞെട്ടി എണീക്കും. സംഭവം നമ്മുടെ കുട്ടി ഒരു ദുസ്വപ്നം കണ്ടതാ. ആ പണി അവൾക്ക് കൊടുത്തതും ഈ ഭൂതമാണ്. എന്നിട്ട് അവളോട് പറയും, ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിനക്ക് കാണിച്ചു തന്നതാണെന്ന്. അത് കഴിഞ്ഞ് ഭൂതം ഒരു പച്ച കളർ വെള്ളം എടുത്ത് കുടിക്കും. ഈ ഭൂതങ്ങൾക്കും ഗ്യാസിന്റെ അസുഖം ഉണ്ടെന്ന് നമുക്ക് എപ്പം മനസ്സിലാവും. അത് കുടിച്ചു കഴിഞ്ഞ് റോക്കറ്റ് പോകുമ്പോഴാണ് മൂട്ടി നിറഞ്ഞ പറഞ്ഞ വെടിയും പുകയൊക്കെ പോകുന്നത്. ഈ സമയം നരഫോജിയിൽ ഒരുത്തൻ അകത്തേക്ക് കയറി വന്ന്, നിന്റെ ബഹളം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് ഇരിക്കടാന്ന് പറഞ്ഞ് അവിടേക്ക് വരുന്നത്. നമ്മുടെ ഭൂതം വെള്ളം എടുത്ത് അതിന്റെ ദേഹത്ത് ഒഴിക്കാൻ നോക്കും. സംഭവം അതിന് വെള്ളം പേടിയാണ്. അപ്പോഴാണ് നരഫോജിക്ക് മനുഷ്യന്റെ മണം കിട്ടുന്നത്. ഇതിനകത്ത് മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ച് അവിടെയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ സോഫി അവിടെ ഉണ്ടായിരുന്ന പാവക്കയുടെ അകത്ത് കയറി ഒളിക്കും. അവസാനം മണത്ത് നരഫോജി ആ പാവക്ക എടുത്ത്, ഇത് നല്ല മണമുണ്ടല്ലോടാ, അപ്പൊ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കാണുമെന്ന് പറഞ്ഞ് അത് തിന്നാൻ തുടങ്ങും. ഭൂതത്തിന് സോഫി അതിനകത്തുള്ള കാര്യം അറിയാതെ തന്നെ അത് കഴിച്ചോളാൻ പറയും. നരഫോജി പാവക്ക എടുത്ത് തിന്നാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ പെണ്ണ് അതിനകത്തുള്ള കാര്യം ഭൂതം കാണുന്നത്. ഭൂതം ഉടനെ തന്നെ അത് തട്ടിപ്പറിച്ച്, നിനക്ക് പച്ചക്കറി ഇഷ്ടമല്ല എന്നുള്ളത് നീ മറന്നോ? അപ്പോഴാ അത് ഓർക്കുന്നത്, ശരിയോ, എനിക്ക് ഇറച്ചിയാണ് ഇഷ്ടം, നീ നമ്മുടെ വർഗത്തിന് തന്നെ നാണക്കേടാണെന്നും പറഞ്ഞ് നരഫോജി അവിടെ നിന്ന് പോകും. അത് പോയി കഴിഞ്ഞ് സോഫി അതിനകത്തുനിന്ന് പുറത്തേക്ക് വരും. കണ്ട പാവയ്ക്ക കൊണ്ട് കുളിച്ചത് കണ്ട. ഭൂതം അവളെ എടുത്ത് സ്വപ്നം അടച്ചു വെച്ചിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അവളെ കുളിപ്പിച്ച് തീയിൽ കാണിച്ച് ഉണക്കിയെടുക്കും. അവൾ അവിടെ ഒക്കെയും കണ്ട് അത്ഭുതപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് സോഫിക്ക് ഇടാൻ പാകത്തിന് കുറച്ച് ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞ് അവൾക്ക് കിടക്കാൻ ഒരു സ്ഥലവും ഒരുക്കും. എന്നിട്ട് അവളെ നോക്കുമ്പോൾ അവൾ ഒരു ചുമന്ന ജാക്കറ്റ് എടുത്തിട്ട് നിൽക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ ഭൂതം ഒന്ന് ഇമോഷണൽ ആവുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴി അറിയാം. അത് കഴിഞ്ഞ് അവളെ എടുത്ത് ആ മരത്തിന്റെ പൊത്തിൽ വെച്ച് ഭൂതം തന്റെ ജോലിക്കായി പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ സോഫിയും വരണമെന്ന് പറയും. വേണ്ട, നീ വന്നാൽ അത് ആപത്താണ്, ഇവിടെ ഇരിക്കുന്നതാണ് സേഫ്, അതുകൊണ്ട് വരണ്ടെന്ന് പറയും. എത്രയൊക്കെ പറഞ്ഞാലും സോഫി കേൾക്കില്ല. വാശി പിടിച്ച് അവസാനം അവളും കൂടി ഭൂതത്തിനെ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എല്ലാ നരഫോജികളും ഉറക്കത്തിലാണ്. ഭൂതം സോഫി എടുത്ത് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മെല്ലെ പോകുമ്പോൾ ഒരുത്തൻ ഭൂതത്തിന്റെ കാലെ പിടിച്ച് താഴെയിടും. തെറിച്ച് താഴെ വീഴുന്ന സോഫി അവന്മാർ കാണാതെ ഓടി അവിടെയുള്ള ഒരു വണ്ടിയിൽ കയറി ഒളിക്കും. നരഫോജികൾ ഭൂതത്തെ കളിപ്പാട്ടം പോലെയാണ് ഉപദ്രവിച്ച് വലിച്ചെറിയുന്നത്. ഇവരുടെ കൂട്ടത്തിൽ വലിപ്പം കുറഞ്ഞ ഒരാളല്ലേ നമ്മുടെ ഭൂതം. എന്തുകൊണ്ടാണ് ഇങ്ങേർക്ക് മാത്രമേ വളർച്ച മുരടിച്ചത്? അപ്പോൾ അവിടെ മഴ പെയ്യുന്നത്. ഇവന്മാർക്ക് വെള്ളം പേടിയാണല്ലോ, സോ എല്ലാം പേടിച്ച് കൂട്ടിൽ കയറും. ഈ ഗ്യാപ്പ് നോക്കി ഭൂതവും സോഫി അവിടെ നിന്ന് രക്ഷപ്പെടും. പക്ഷെ സോഫിയെ പൊതിച്ചിരുന്ന പുതപ്പ് അതിലൊരു നരഫോജിക്ക് കിട്ടും. അതോടെ എന്തായാലും ഭൂതത്തിന്റെ കൂടെ ഒരു മനുഷ്യനുണ്ടെന്ന് ഇവന്മാർക്ക് മനസ്സിലാവും. നമ്മുടെ ആളുകൾ ഇതൊന്നും അറിയാതെ മല കയറി പൊക്കോണ്ടിരിക്കും. സോഫി ചോദിക്കും, നിങ്ങൾ എന്താ അവരെ തിരിച്ചടിക്കാത്തതെന്ന്. പിന്നെ അവന്മാര് ഇറച്ചി തിന്ന് തടിച്ച് വളർന്നിരിക്കുന്നവർ 9 പേരുണ്ട്, അവന്മാരെല്ലാം ഒറ്റക്കടിക്കാൻ ഞാൻ വലിയ ആളൊന്നുമില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഭൂതം സോഫിനെ കൊണ്ട് മറ്റൊരു ലോകത്തേക്ക് വരും. നമ്മളൊക്കെയും പറയാറുള്ള പോലത്തെ സ്വപ്ന ലോകം. കാണാനുള്ളവരൊക്കെ ഇപ്പൊ കണ്ടോ, ഇനി കണ്ടില്ല എന്നാലും പരാതി പറയരുത്. സോഫി അവിടെയുള്ള നക്ഷത്രയും മറ്റുമൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് കിളി പോയിരിക്കുന്നു. അപ്പൊ ഭൂതം പറയും, ഞാനൊരു രഹസ്യം പറയാം, എന്റെ ചെവി വലുതായത് കൊണ്ട് എനിക്ക് എന്ത് ചെറിയ കാര്യവും കേൾക്കാൻ കഴിയും. ആ നക്ഷത്രം സംസാരിക്കുന്നത്, ഉറുമ്പുകൾ സംസാരിക്കുന്നത്, നീ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം പോലും, അങ്ങനെ എല്ലാം എനിക്ക് കേൾക്കാം. അതും പറഞ്ഞ ഭൂതം സോഫി ഒരു മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഇവിടെയാണോ സ്വപ്നം ഉള്ളത്, എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഭൂതം അവളെയും കൊണ്ട് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകും. അവിടെ വെള്ളത്തിൽ മരത്തിന്റെ റിഫ്ലക്ഷൻ കാണും. അപ്പൊ ഉണ്ട് മരത്തിന്റെ ചില്ലകളെല്ലാം തിളങ്ങുന്നു. ഭൂതം നേരെ ആ വെള്ളത്തിലെടുത്ത് ചാടും. വീണ്ടും മറ്റൊരു ലോകം, യഥാർത്ഥ സ്വപ്ന ലോകം. എന്നിട്ട് സോഫിയോട് ചാടാൻ പറയും. അവൾ അപ്പൊ തന്നെ അതിനകത്തേക്ക് എടുത്ത് ചാടും. അവൾ അവിടെ എല്ലാം കൊണ്ട് ഭയങ്കരമായി അത്ഭുതപ്പെടും. ആ മരത്തിന്റെ ഇലകളിൽ നിന്നും പല കളറുകളിൽ പല തരത്തിലുള്ള സ്വപ്നങ്ങൾ പുറപ്പെടുന്നു. അപ്പോഴാണ് ഒരു ഇലയിൽ നിന്നും സ്വർണ്ണ നിറത്തിലൊരു സ്വപ്നം വരുന്നത്. ഇതാണ് ഗോൾഡൻ ഡ്രീംസ് എന്നൊക്കെ പറയുന്നത്. ഭൂതം അതിനെ കണ്ട് പിടിക്കാൻ തുടങ്ങുമ്പോൾ അതാണ് പിടികൊടുക്കില്ല. ഭൂതത്തിട്ട് കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ഗോൾഡൻ ഡ്രീംസ് നേരെ സോഫിയുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പൊ ഭൂതത്തിന് മനസ്സിലാവും ഇത് അവൾ അറിയാവുന്ന ഒന്നാണെന്ന്. നോക്കുമ്പോൾ കുറെ സ്വപ്നങ്ങൾ അവളുടെ ചുറ്റും നിൽക്കുന്നു. അപ്പോഴാണ് ഒരു ചുമന്ന സ്വപ്നത്തെ അവൾ കാണുന്നത്. അവൾ അതിന് പുറകെ പോയി പിടിക്കുമ്പോൾ ഭൂതം പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഒരു കുപ്പിയിലടക്കി. ഇത് പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ്, ഇതിനങ്ങനെ കയ്യിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭൂതം അവിടെ നിന്ന് പോകും. സോഫി ആകെ പേടിച്ച്, നിങ്ങൾ ഇതെവിടെ പോയി, എനിക്ക് കാണാൻ കഴിയുന്നില്ല, എന്നെ കൂടി കൊണ്ടുപോകുന്നൊക്കെ പറയും. സംഭവം ഭൂതം വെള്ളത്തിൽ നിന്ന് പുറത്തു വന്ന് അപ്പുറത്തെ ലോകത്താണ്. ഭൂതം അവളെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് സോഫി ഭൂതത്തിനൊരു പേരിടുന്നത്,
ബിഗ് ഫ്രണ്ട്ലി ജെയിന്റ്, അതായത് BFG. ഞാൻ അങ്ങനെ വിളിക്കട്ടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ നീ തെറി ഒഴിച്ച് എന്തെങ്കിലും വിളിച്ചോളാം ഭൂതം പറയും. ഇപ്പൊ രണ്ടുപേരും ഭയങ്കര കൂട്ടായിരിക്കുന്നു. ഈ സ്വപ്നമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് അവൾ ചോദിക്കും. അത് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സോഫിനെ കൊണ്ട് ഭൂതം വീണ്ടും ലണ്ടൻ നഗരത്തിലേക്ക് വരുന്നു. അവിടെ വന്ന് സുഖമായി ഉറങ്ങുന്ന ഒരു കുഞ്ഞു ചെക്കന്റെ അടുത്ത് വന്ന് കുഴൽ വഴി ഒരു നീല സ്വപ്നത്തെ അവന്റെ അടുത്തേക്ക് അയക്കും. അത് നേരെ ആ കുട്ടിയുടെ വായിലേക്ക് കയറി പോകും. അവൻ ഉടനെ സ്വപ്നം കാണാൻ തുടങ്ങും. ആ സ്വപ്നം എന്താന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് അവനെ വിളിക്കുന്നതും അത് അവന്റെ അച്ഛനും അമ്മയും കണ്ട് ഞെട്ടുന്നതും ഒക്കെയാണ്. ഇതൊരു നിഴൽ രൂപത്തിൽ ഭൂതം സോഫിക്ക് കാണിച്ചു കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ് മടങ്ങി ഭൂതത്തിന്റെ ലോകത്തേക്ക് വരുമ്പോൾ അവിടെ മറ്റു നരഭോജികളെ കാണും. മനുഷ്യന്റെ മണം കിട്ടാതെ ഇവരിവിടെ ഇങ്ങനെ വരില്ല എന്ന് ഭൂതം പറയും. അപ്പോഴാണ് അവളുടെ പുതപ്പ് മിസ്സായത് അവർ അറിയുന്നത്. അടുത്ത സീനിൽ സോഫിയെ കാണിക്കും. അവൾ നല്ല ഉറക്കത്തിലാണ്, അതും അനാഥാലയത്തിൽ. അവൾ എണീക്കുമ്പോൾ ഭൂതത്തെ കാണില്ല. തന്നെ ഇവിടെ കൊണ്ടാക്കി കടന്നു കളഞ്ഞു എന്നൊക്കെ അവൾ വിചാരിച്ച് കരയാൻ തുടങ്ങും. സംഭവം നമ്മുടെ ഭൂതം പോയിട്ടില്ല. അവൾ എണീക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അവൾ ഭൂതത്തെ കാണുമ്പോൾ തന്നെ എന്തിനിങ്ങനെ ചെയ്തു, അവളെ കൊണ്ട് പോകാൻ പറയും. നിന്നെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു, ഇനി അവിടെ വന്നാൽ ആപത്താണ്, അതുകൊണ്ട് ഭൂതം പറ്റില്ല എന്ന് പറയും. സോഫി ഒരു വഴിക്ക് ഒതുങ്ങില്ല. അവൾ വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഭൂതം ഒരു കാര്യം പറയുന്നത്. നിന്നെപ്പോലെ തന്നെ മുൻപൊരു ആൺകുട്ടി എന്നെ കണ്ടിരുന്നു, അവനെ ഞാൻ ഇതുപോലെ കൊണ്ടുപോയി. അവനാണ് എന്നെ വായിക്കാൻ പഠിപ്പിച്ചത്, അവനാണ് എനിക്ക് ആദ്യമായി BFG എന്ന് പേര് വെച്ചത്. എന്നാൽ ഒരു ദിവസം നമ്മുടെ ഭൂതം ഇല്ലാതിരുന്ന സമയത്ത് ആ നരഭോജികൾ ആ കുട്ടിയെ കൊന്നു തിന്നു. എനിക്ക് അവനെ തിരിച്ചു കൊണ്ടാക്കാമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇനി നിന്നെയും അതുപോലെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഭൂതം അവിടെ നിന്ന് പോകും. പക്ഷെ സോഫി വിടാതെ എനിക്ക് നല്ലപോലെ ഒളിച്ചിരിക്കാൻ അറിയാം, എനിക്ക് അവരെ പേടിയില്ല, എന്നെ കൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് പുറകെ ഓടും. പക്ഷെ ഭൂതം അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകും. അങ്ങനെ സോഫി വിഷമിച്ച് വീണ്ടും അനാഥാലയത്തിൽ തന്നെ വരുന്നു. രാത്രി ഉറങ്ങാൻ നേരമാണ് അവൾക്കൊരു ബുദ്ധി തെളിയുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം പോലും ഭൂതത്തിന് കേൾക്കാൻ എന്നല്ലേ പറഞ്ഞേ. സോഫി അവിടെ നേരിട്ട് ബാൽക്കണിയുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അതിന്റെ മുകളിൽ നിറച്ചൊരൊറ്റ ചാട്ടം. അവൾ വിചാരിച്ച പോലെ തന്നെ ഭൂതം അവിടെ ഉണ്ടായിരുന്നു. അത് വന്ന് അവളെ വിടാതെ പിടിക്കും. രണ്ടുപേർക്കും ഇപ്പൊ പിരിയാൻ പറ്റാത്ത അവസ്ഥ. ഭൂതം അവളെയും കൊണ്ട് ഓടി ഭൂതത്തിന്റെ ലോകത്തേക്ക് വരും. എന്നിട്ട് അവിടെ വന്ന് അവന്മാരെ ഒതുക്കാൻ പുതിയ പ്ലാൻ ആലോചിക്കുന്ന സമയത്താണ് നരഭോജികളെല്ലാം അകത്തേക്ക് കയറി വരുന്നത്. സോഫി ഇത് കണ്ട് അവിടെ ഒളിക്കുന്നുണ്ട്. എന്നാൽ അവന്മാർക്ക് കുട്ടി ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെയുള്ള കുപ്പികളെല്ലാം എറിഞ്ഞുടയ്ക്കാൻ തുടങ്ങും. ഇവിടെ നിന്ന് ഇറങ്ങി പോടാ, ഇതെന്റെ വീടാണ് എന്നൊക്കെ ഭൂതം പറയുന്നുണ്ട്. എന്നാൽ അവന്മാർ ഇതൊന്നും കേൾക്കില്ല. സോഫി അവിടെ നിന്ന് ഒരുവിധം രക്ഷപ്പെടുമ്പോൾ ഭൂതം അവളുടെ അടുത്ത് ഒരു മരപ്പൊത്തിൽ വെക്കും. എന്നിട്ട് നരഭോജികളോട് ദേഷ്യപ്പെട്ട് അവന്മാരുടെ ദേഹത്ത് വെള്ളം ഒഴിച്ച് എല്ലാത്തിനും അവിടെ നിന്ന് ഓടിക്കും. സോഫി നോക്കുമ്പോൾ അവിടെ ഒരാൾ താമസിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ചെക്കൻ. അതിനകത്തുണ്ടായിരുന്ന പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അവനും ഇതുപോലെ പണ്ട് രക്ഷപ്പെടാൻ ഒരുപാട് പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അപ്പോഴാണ് അവൾ അവിടെ ഇംഗ്ലണ്ട് രാജ്ഞിയുടെ ഫോട്ടോ കാണുന്നത്. നമ്മുടെ പെണ്ണിന് അപ്പൊ തന്നെ ഒരു ഐഡിയ തെളിഞ്ഞ് അവൾ ഭൂതത്തിനോട് രാജ്ഞിക്ക് വേണ്ടി ഒരു സ്വപ്നം ഉണ്ടാക്കാൻ പറയും. അത് നരഭോജികൾ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി തിന്നുന്നതായിട്ടും നമ്മൾ പോയി സഹായം ചോദിക്കുന്നതായിട്ടും അങ്ങനെ വെച്ചെല്ലാം ഒരെണ്ണം. ഭൂതം അങ്ങനെ സ്വപ്ന ലോകത്തേക്ക് വന്ന് എത്രത്തോളം പീഡിപ്പിക്കാൻ പറ്റുമോ അത്രയും ഡോസിലൊരു സ്വപ്നം ഉണ്ടാക്കി അത് രാജ്ഞിക്ക് കൊടുക്കും. രാജ്ഞി സ്വപ്നം കണ്ട് അലറി വിളിച്ച് ഞെട്ടി എണീക്കുമ്പോൾ സെർവന്റ് ഓടി വന്ന് എന്താന്ന് ചോദിക്കും. ഒരു സ്വപ്നം കണ്ടതാണ്, എന്റെ ജീവിതത്തിൽ ഇത്രയും പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടിട്ടില്ല. അനാഥാലയത്തിലെ കുട്ടികളെയൊക്കെ രാക്ഷസന്മാർ പിടിച്ചോണ്ട് പോകുന്നു, അത് ശരിക്കും നടന്നതുപോലെ. അപ്പോഴാണ് സെർവന്റ് പത്രത്തിൽ വന്ന ഒരു വാർത്ത കാണിക്കുന്നത്. അതും ഇതിനെ കുറിച്ച് തന്നെയാണ്. പെട്ടെന്നതാ സോഫി വിൻഡോയിൽ നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ രാജ്ഞി വീണ്ടും ഞെട്ടി പേടിച്ച് സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിയല്ലേ നീ? അതിന് സോഫി അതെ. അപ്പൊ ഇതൊന്നും സ്വപ്നം അല്ലേ? നിന്നെ ഒരു ഭൂതമാണ് ഇവിടെ കൊണ്ടെത്തിച്ചത്. അതിനും അവൾ അതേന്ന് പറയും. ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് രാജ്ഞി പറയുമ്പോ ഭൂതത്തെ നേരിട്ട് കണ്ടാ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു അവൾ ഭൂതത്തെ വിളിക്കും. ഭൂതം അവിടെ വരുമ്പോ തന്നെ പട്ടാളക്കാരെല്ലാം തോക്കു ചൂണ്ടും. അതിനൊന്നും ചെയ്യരുതെന്ന് രാജ്ഞി പറയും. എല്ലാവരും ഭൂതത്തെ കണ്ട് കിളിപോയ അവസ്ഥ. ഭൂതത്തിനകത്തേക്ക് വിരുന്ന് കൊടുക്കാൻ വിളിക്കും. കയറി വരുമ്പോ തന്നെ തൂക്കിയിടുന്ന ലൈറ്റും പൊട്ടിച്ചാണ് അതിന്റെ വരവ്. അത് തല കുനിച്ച് അകത്തേക്ക് കയറും. ബഹുമാനം കൊണ്ടല്ല, പൊക്കിയ തല തട്ടു എന്നതുകൊണ്ട്. അങ്ങനെ എന്നും പച്ചക്കറിയും പാവക്കയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭൂതം ഇന്ന് വെറൈറ്റി ചിക്കനും മട്ടനൊക്കെ കഴിക്കാൻ തുടങ്ങും. അപ്പൊ അവിടേക്ക് ബാക്കി പോലീസും പട്ടാളവും ഒരു പട തന്നെ വരും. ഭൂതം അവരുടെ ലോകത്തേക്ക് എങ്ങനെ വരാൻ കഴിയുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. എല്ലാം അടിപൊളിയായ സന്തോഷത്തിൽ ഭൂതം അവർക്ക് പച്ച കളറുള്ള ഭൂതത്തിന്റെ സ്പെഷ്യൽ പച്ചവെള്ളം കൊടുക്കും. സോഫി വേണ്ട കുടിക്കരുതെന്ന് പലവട്ടം പറയുമെങ്കിലും ആരും കേൾക്കില്ല. പച്ചവെള്ളം കിട്ടിയില്ല, അങ്ങ് കുടിച്ചു കയറ്റും. എല്ലാരും കുടിച്ചു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് റോക്കറ്റിന്റെ ഒരു പൂരം തന്നെ നടക്കും. അത് കഴിഞ്ഞ് ഭൂതം സോഫിയെ കൊണ്ടുപോയ പോലെ തന്നെ മലയും കുന്നും കടലും താണ്ടി അവരെ ആ ലോകത്തേക്ക് കൊണ്ടുപോകും. ഞാൻ പറയുമ്പോൾ മാത്രം അകത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവർ അവിടെ തന്നെ നിർത്തും. എന്നിട്ട് സോഫിയും ഭൂതവും അകത്ത് വന്ന് 9 നരഭോജികൾക്കും വേണ്ടി പേടിപ്പിക്കുന്ന കൊടും സ്വപ്നം ഉണ്ടാക്കും. ഇത് അവർക്ക് വേണ്ടിയാണ്. ഇത് കാണുമ്പോൾ തന്നെ അവന്മാർ ചെയ്ത തെറ്റെല്ലാം മനസ്സിലാക്കി നിരാശയുടെ പടുകുഴിയിൽ വീഴും. ആ ഗ്യാപ്പിൽ അവന്മാരെ പിടിക്കാമെന്ന് ഭൂതം പറയും. സോഫി അവിടെ നോക്കുമ്പോൾ സോഫീസ് ഡ്രീം എന്ന് എഴുതിയിട്ടുള്ള ഒരു കുപ്പി കാണും. അതിനകത്തൊരു ഗോൾഡൻ ഡ്രീം. അതെന്താന്ന് അവൾ ചോദിക്കുമ്പോൾ അത് സോഫി എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ ഒരു അനാഥയാണ്. അവൾക്ക് സ്വന്തമായ ഒരു വീട്, ബെഡ്റൂം, അങ്ങനെ അവൾ ആഗ്രഹിക്കുന്നതെല്ലാം ആ സ്വപ്നത്തിലുണ്ടെന്ന് ഭൂതം പറയും. ഭൂതത്തിന് അവളോടുള്ള സ്നേഹം അവൾക്ക് ഇപ്പൊ മനസ്സിലായി. ഞാൻ എപ്പോ വിളിച്ചാലും എന്റെ അടുത്തേക്ക് വരണമെന്ന് സോഫി പറയും.
അതിന് ഭൂതം നീ എന്ന് ശ്വാസം എടുത്താൽ തന്നെ ഞാൻ അറിയും. അങ്ങനെ നേരം വെളുക്കാറായി. അവർക്ക് സ്വപ്നം കൊടുക്കാൻ നേരമാണ് ഒരു കാര്യം ഭൂതം നോക്കുന്നത്. സംഭവം സ്വപ്നം കൊടുക്കുന്ന കുഴൽ രാജ്ഞിയുടെ വീട്ടിലാണ്. അതെടുക്കാൻ മറന്നു. ഇനിയിപ്പോ എന്തെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ കുപ്പി സോഫി എടുത്ത് അവന്മാരുടെ നടുക്ക് ചെന്ന് താഴെയിട്ട് പൊട്ടിക്കും. അതെല്ലാം അവന്മാരുടെ വായിലൂടെ മൂക്കിലൂടെ ഒക്കെ അകത്ത് കയറും. പക്ഷെ അതിൽ മെയിൻ തലവൻ ഈ സ്വപ്നത്തെ കൈകൊണ്ട് പിടിച്ച് നമ്മുടെ കുട്ടിയെ ഉപദ്രവിക്കാൻ വരുന്നതും ഭൂതം അതിനെ തട്ടിമാറ്റി സോഫിയോട് രക്ഷപ്പെടാൻ പറയും. ഈ നരഫോജി ദേഷ്യം വന്ന് ഭൂതത്തെ അടിക്കാൻ തുടങ്ങുമ്പോൾ രാജ്ഞിയുടെ പട അങ്ങോട്ടേക്ക് വന്ന് എല്ലാത്തിനെയും വലയിട്ട് അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ തൂക്കിക്കൊണ്ടുപോകും. ഈ കൊണ്ടുപോകുന്നത് ഒരുപാട് അകലെ വലിയൊരു കടലിന് നടുക്കാണ്. ആ നടുക്കടലിലെ ഒരു ചെറിയ ദ്വീപിനടുത്ത് ഇവന്മാരെ കൊണ്ട് തള്ളിയിടും. സംഭവന്മാർക്ക് വെള്ളം പേടിയാണ്. നീന്തി പോകാന്ന് വെച്ചാൽ അതിനും കഴിയില്ല. സോ നരഫോജികൾ പെട്ടു. അവന്മാർക്ക് തിന്നാൻ കുറെ പാവയ്ക്കയും കൃഷി ചെയ്യാൻ അതിന്റെ വിത്ത് ഇട്ടുകൊടുത്ത് ഹെലികോപ്റ്റർ അവിടെ നിന്ന് പോകും. ഭാഗ്യം പട്ടിണി കിടന്ന് ചാവില്ല. അടുത്ത സീനിൽ സോഫിയെ കാണിക്കും. അവളിപ്പോ രാജ്ഞിയുടെ കൂടെ അവിടെയാണ് താമസം. അവൾ കണ്ട സ്വപ്നം, അവൾ ആഗ്രഹിച്ച ജീവിതം, അതെല്ലാം അവൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നു. അടുത്ത സീനിൽ ഭൂതത്തെ കാണിക്കും. ഭൂതം ഇപ്പൊ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന വിത്തുകൾ വെച്ച് അവിടെ ഒരു കൃഷി തുടങ്ങി അടിപൊളിയാക്കി. എന്നും പാവയ്ക്ക മാത്രം തിന്നിരുന്ന ഭൂതം ഇപ്പൊ സാമ്പാർ രസമൊക്കെ ഉണ്ടാക്കി തിന്നുന്നു. അപ്പോഴാണ് സോഫി ഭൂതത്തെ ആലോചിച്ച് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത്. എല്ലാ ശബ്ദവും ഭൂതത്തിന് കേൾക്കാൻ പറ്റും, പ്രത്യേകിച്ച് നമ്മുടെ സോഫിയുടെ. അത് ഭൂതം കേട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷം. ഒരു അടിപൊളി ഹാപ്പി എൻഡിങ്ങിലൂടെ ഈ സിനിമ അവസാനിക്കുന്നു. ഓക്കെ, അപ്പൊ സിനിമ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതി അറിയിച്ചോളൂ. ഈ വീഡിയോസ് കാണുന്ന ആരും ലൈക്ക് അടിക്കുന്നില്ല എന്നാ തോന്നണേ. അതെന്താ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാണോ അതോ മറന്നു പോകുന്നതാണോ? എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു അടിപൊളി സിനിമയുമായി സുൽത്താൻ ക്രിയേഷൻസിൽ നമുക്ക് വീണ്ടും കാണാം.